ഇന്ന് നമ്മളുള്ളത് അമ്മയുടെ ചേട്ടൻ്റെ വീട്ടിലാണ് ട്ടാ. സതിമാമൻ്റെ വീട്ടിലാണ് ഞങ്ങളുള്ളത്. തമിഴ്നാട് കോയമ്പത്തൂരിലാണ് ട്ടാ ഞങ്ങളുള്ളത്. കൂടെ ജയേഷേട്ടനും വർഷ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. നാളെ കോയമ്പത്തൂർ ഒരു കല്യാണം ഉണ്ട്. അപ്പൊ ഞങ്ങള് തലേ ദിവസം മാമന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് മാമന് ഇങ്ങനത്തുള്ള കളക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായത്. പല സ്ഥലങ്ങളിലെ കറൻസികൾ മാമൻ്റെ ഉണ്ടായിരുന്നു. ഈ കളക്ഷൻ കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കുറേ അധികം ഉണ്ടായിരുന്നു. 2-3 പെട്ടി നിറയെ ഉണ്ടായിരുന്നു കേട്ടാ. ഇതൊക്കെ കോയിൻസ് ആണ്. പണ്ട് കാലത്തും ഉപയോഗിച്ചിട്ടുള്ള കോയിൻസ് വരെ മാമൻ്റെ ഉണ്ട്. ഇതെന്തോ ബ്രിട്ടീഷുകാരുള്ള സമയത്തുള്ള കോയിനാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ പണ്ട് കാലത്തെ ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ള ഓട്ടക്കാരൻ, പിന്നെ വേറെ കുറെ കോയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. 1 പൈസ 2 പൈസ അതിൻ്റെ ഒക്കെ. പിന്നെ നോട്ടുകൾ ഉണ്ട് കേട്ടാ. ഇത് ഏത് രാജ്യത്തെ കോയിനാന്ന് എനിക്കറിയില്ല. അപ്പൊ അറിയുന്നവരൊക്കെ കമന്റ് ചെയ്യാ. യുണൈറ്റഡ് അറബ് സൗദി അറേബ്യ, ശ്രീലങ്ക, ഇതും ശ്രീലങ്ക, ഇതെനിക്കറിയില്ല. ഇതിൽ ഇംഗ്ലീഷ് എഴുതിയിട്ടില്ല. ഇതിലെഴുതിയിട്ടില്ല. ഇത് മലേഷ്യ. മലേഷ്യ രാജാവിനെ കണ്ടായിരുന്നത്. ഇത് ഒമാൻ. ഇത് മലേഷ്യ. നേപ്പാൾ. നേപ്പാൾ നേപ്പാൾ നേപ്പാളത്തെ. മലേഷ്യത്തെ. ഇത് നേപ്പാളത്തെ. ഇത് നേപ്പാളത്തെ. ഈ വീഡിയോ മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്. ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യണേ. ചില കോയിൻസ് ഒക്കെ പല ഷേപ്പിലാട്ടാ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ചില കോയിൻസ് ഒക്കെ കാണാൻ പുതിയ കോയിൻസ് പോലെ ഉണ്ടായിരുന്നു കേട്ടാ. $2, $1 അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കോയിൻസിലൊക്കെ. ബ്രിട്ടീഷുകാരുടെ ഒക്കെ ഉള്ള കയ്യിലുള്ള കോയിൻസും പിന്നെ പാകിസ്ഥാൻ അവിടെ നിന്നുള്ള കോയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. മലേഷ്യയുടെയും അങ്ങനെ പല പല രാജ്യങ്ങളുടെയൊക്കെ നോട്ടുകളും കോയിൻസൊക്കെ മാമൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നോട്ടുകളൊക്കെ മാമ എനിക്ക് തന്നു കേട്ടാ. ഒരേപോലത്തെ കുറേ നോട്ടുകളുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ ചില നോട്ടുകളൊക്കെ എനിക്ക് എടുത്ത് തന്നു കേട്ടാ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.